വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും, കാരണം ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടർക്കി പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതിനുവേണ്ടി ടർക്കി വിസ റിക്വയർമെൻറ്റ്സ് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആരും ചെയ്തിട്ടില്ല. ടർക്കി വിസ UAE റെസിഡൻസിന് എങ്ങനെ ഡയറക്റ്റ് എടുക്കാം, അതും ട്രാവൽ ഏജൻസോ വേറെ ഒരു ഏജൻസോ അവർ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് എങ്ങനെ എടുക്കാം, അപ്പോൾ കുറേ പൈസ ലാഭിക്കാൻ കഴിയും. അതിന് പുറമേ പിന്നെ ടർക്കിയിലേക്ക് പോകുമ്പോഴുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, ബഡ്ജറ്റ് ട്രാവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇതെങ്ങനെയാവും എന്നുള്ളത്. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഇപ്പം ഈ പറയാൻ പോകുന്ന ഇൻഫർമേഷൻ UAE റെസിഡൻസിന് എങ്ങനെ ടർക്കി വിസ എടുക്കാം എന്നുള്ളതാണ് VFS ഗ്ലോബൽ വഴി. ഇപ്പോൾ നമുക്ക് ഷെങ്കൻ വിസ അല്ലെങ്കിൽ US UK വിസ ഉള്ളവർക്ക് ടർക്കി വിസ ഒരു വലിയ കാര്യമില്ല. ലൈക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്, ചെറിയ എമൗണ്ട് ഉള്ളത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 150 dirhams ഓർ മാക്സിമം 200 dirhams ഉണ്ടെങ്കിൽ ടർക്കി വിസ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ്, ടർക്കീൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ വിസ കിട്ടുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ 1 day or 2 daysനുള്ളിൽ ടർക്കി വിസ മെയിലായിട്ട് അവർ അയച്ചു തരും. പക്ഷേ UAE റെസിഡൻസിന് എങ്ങനെ ടർക്കി വിസ എടുക്കാം, VFS ഗ്ലോബൽ അപ്പോയിൻമെൻ്റ് എടുത്ത് എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഞാൻ ആരും വീഡിയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ്, അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും കാണാൻ പറ്റില്ല. കാരണം എനിക്ക് ഡയറക്റ്റ് പോയി എടുക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കുറേ ഗൂഗിൾ സെർച്ചും ടർക്കി വിസ VFSൻ്റെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അങ്ങനെ കുറേ റിവ്യൂസ് വായിച്ചിട്ടും ബാക്കിയുള്ളവരുടെ വീഡിയോയിൽ നിന്നുള്ള ചെറിയ ചെറിയ ഇൻഫോർമേഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ടർക്കി വിസക്ക് അപ്ലൈ ചെയ്തത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ടർക്കി വിസ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ടർക്കി വിസ എങ്ങനെ ഡയറക്റ്റ് എടുക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. മാക്സിമം ഇൻഫോർമേഷൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ശരിയാവും എന്ന് വിചാരിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ടർക്കി വിസ UAE. ഞാനിപ്പോൾ ചെയ്യുന്നത് അബുദാബിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അബുദാബി VFS ഗ്ലോബൽ വഴിയാണ് ഞാൻ ചെയ്യുന്നത് ടർക്കി വിസ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. gatewayinternational.ae എന്നാണ്. ആ gatewayinternational.aeയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ടൈം അനുസരിച്ചിട്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അതിനെന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വേണ്ടത്, ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് അപ്പോയിൻമെൻ്റ് ആണ്. ഗേറ്റ്വേ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഓപ്ഷൻ ഉണ്ട്. 2 രീതിയിലുണ്ട്. പ്രീമിയം സർവീസ് ഉണ്ട്, പ്രൈം ടൈം ഉണ്ട്, പിന്നെ ജനറൽ സർവീസ്. ജനറൽ സർവീസ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്രൈം ടൈം എടുത്തു. ലൈക്ക് രാവിലെ ഓഫീസ് ടൈമിൽ 8:30 to 9 പ്രൈം ടൈം എടുത്തിട്ട് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആ ടൈമിൽ അവർ അവൈലബിൾ ആയിരുന്നില്ല. അറൗണ്ട് പ്രൈം ടൈമിന് ഒരു പെർ പേഴ്സൺ പെർ ഹെഡ് വരുന്നത് 200 dirhams എക്സ്ട്രാ പേ ചെയ്യും വേണം. എനിക്ക് അതൊരു അബദ്ധം പറ്റിയാണ്. പിന്നെ ഞാൻ അവിടെ പോയതിന് ശേഷം അത് 9 മണി കഴിഞ്ഞ് 10 മണിയായി. അങ്ങനെ കുറച്ച് ലാഗ് വന്നപ്പോൾ ഞാൻ പിന്നെ തിരിച്ചെത്തിയതിന് ശേഷം അവർക്ക് ഞാൻ മെയിൽ ചെയ്തു, ഇങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, ബട്ട് പ്രൈം ടൈം സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെയിലൊക്കെ ചെയ്തപ്പോൾ അവരെനിക്ക് ആ ക്യാഷ് റീഫണ്ട് ചെയ്തു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ജനറൽ സർവീസ് എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഈവൻ ജനറൽ സർവീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പെർ ഹെഡ് വരുന്നത് 700 dirhams, അറൗണ്ട് 700 dirhams പ്ലസ് VAT വരും. അങ്ങനെ ഒരു എമൗണ്ടാണ് വരിക. വിസ മൊത്തം ചാർജ് വരുന്നത്. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ അറൗണ്ട് 810 dirhams ഞാൻ പേ ചെയ്തു. അതായത് ഞങ്ങൾ 3 ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ബാക്കി അടക്കാനുള്ള പേയ്മെൻറ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ് ടർക്കി വിസ ടൂറിസത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് ഈ VFSൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിട്ടും. ഈ പേപ്പർ ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടർക്കി വിസ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത്, ഫസ്റ്റ് പോയിന്റ് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. ആരൊക്കെയാണോ പോകുന്നത് അവരെല്ലാവരുടെയും പാസ്പോർട്ട് നമുക്കവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ഓൾഡ് പാസ്പോർട്ട് ഉണ്ട്, 10 വർഷം കഴിഞ്ഞ പാസ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും എത്ര പാസ്പോർട്ട് ഉണ്ടോ ആ പാസ്പോർട്ടുകളൊക്കെ നമ്മൾ ഒരുമിച്ച് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത് അവരെടുത്തതിന് ശേഷമാണ് അടുത്ത നമ്മളെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് ഇപ്പോൾ അടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ നമ്മളത് ഓരോന്നോരോന്നായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം പാസ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വൈഫിൻ്റെ കുട്ടീൻ്റെ ഞാൻ വേറെ തന്നെ പറയാം. എൻ്റെ കാര്യമാണെങ്കിൽ ആദ്യം അവർ ചോദിക്കുക പാസ്പോർട്ട് കോപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് കോപ്പി കളർ വേണം, അത് നിർബന്ധമാണ്. പിന്നെ വിസ കോപ്പി വേണം, എമിറേറ്റ്സ് ID കോപ്പി വേണം. ഈ 3 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, ഇതിന് ഈ പാസ്പോർട്ട് 6 months വാലിഡിറ്റി വേണം, എമിറേറ്റ്സ് ID 3 months മിനിമം വാലിഡിറ്റി വേണം. ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും. പിന്നെ വരുന്നത് ബയോമെട്രിക് ഫോട്ടോ ആണ്. ബയോമെട്രിക് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 5x6 സൈസിലാണ് വരിക. അത് നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോ പോയി ടർക്കി വിസയൊക്കെ അപ്ലൈ ചെയ്യാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പറയും 5x6 പിന്നെ വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഓക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് പല വെബ്സൈറ്റുകളിലും നോക്കി, മേക്ക് മൈ ട്രിപ്പ്, പിന്നെ ഡയറക്റ്റ് വെബ്സൈറ്റ്, അങ്ങനെ കുറേ നമ്മളുടെ UAE എന്നുള്ള ഫ്ലൈറ്റുകളുടെ കുറേ വെബ്സൈറ്റുകൾ നോക്കി കമ്പയർ ചെയ്ത്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ് കിട്ടിയത് പിഗ്വസ് എയർലൈൻസ്, അത് ടർക്കിഷ് എയർലൈൻസ് ആണെന്ന് തോന്നുന്നു. അവരെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി ഞാൻ ചെക്ക് ചെയ്ത്, ഞാൻ 3 ആൾക്ക് ഞങ്ങൾ പേ ചെയ്ത് അറൗണ്ട് 1500 dirhams ആണ് അപ്പ് ആൻഡ് ഡൗൺ. എനിക്ക് തോന്നുന്നു പിഗ്വസ് എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഡയറക്റ്റ് കയറി എടുക്കുന്നതായിരിക്കും ലാഭം. കാരണം ബാക്കി എല്ലായിടത്തും ഞാൻ നോക്കിയതിൽ വെച്ച് അറൗണ്ട് പെർ ഹെഡ് 200-250 dirhams എനിക്ക് അതിൽ ലാഭം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിഗ്വസ് എയർലൈനിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി എടുക്കുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം. അതായത് പിന്നെ വേണ്ടത് ഹോട്ടൽ റിസർവേഷനാണ്. ഹോട്ടൽ ടർക്കി അത്ര എക്സ്പെൻസീവ് അല്ല, ബട്ട് ചെറിയ റൂംസ് ആണ്. നമ്മൾ booking.com വഴിയാണ് ഞാൻ എടുത്തത്. booking.com വഴി എനിക്ക് 5 days, ഞങ്ങൾ 5 days 4 nights അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അറൗണ്ട് വന്നിരിക്കുന്നത് പെർ ഡേ വന്നിരിക്കുന്നത് 200 dirhams 250 dirhams ആണ്. അപ്പോൾ 5 days എനിക്ക് മാക്സിമം വന്നിരിക്കുന്നത് അറൗണ്ട് 900 dirhams അത്രേ വന്നിട്ടുള്ളൂ. ഹോട്ടൽ വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടാണ്. പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് വരിക അവർ ചോദിക്കാൻ പോകുന്നത് സാലറി അക്കൗണ്ടാണ്. ഇഫ് വി ആർ വർക്കിംഗ്, സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് അവർക്ക് 3 months സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 full month സ്റ്റേറ്റ്മെൻറ്റ്, അത് വെറ്റ് സ്റ്റാമ്പ്ഡ് ആണ്. ഓൺലൈൻ സ്റ്റേറ്റ്മെൻറ്റ് അവർ സമ്മതിക്കുന്നതല്ല. നമ്മൾ ബാങ്ക് പോയി അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അത് വെറ്റ് സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ അറൗണ്ട് പെർ മന്ത് 25 dirhams പേ ചെയ്യണം. 25 or 28 dirhams പേ ചെയ്യണം. അവർ ബാങ്കിനനുസരിച്ചിട്ടാണ്. 3 months അറൗണ്ട് 90 dirhams നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ വരുന്നത് NOC ഫ്രം കമ്പനി. ഇഫ് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിൽ നിന്ന് NOC, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള NOC കിട്ടിയേ പറ്റുള്ളൂ. അത് നിർബന്ധമാണ്. അതും വെറ്റ് സ്റ്റാമ്പ്ഡ് വേണം. അപ്പോൾ കമ്പനിയിൽ നമ്മൾ മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ഇങ്ങനെ ട്രാവൽ പർപ്പസിനാണ് ടർക്കി എംബസിക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള NOC വേണം. അത് നിർബന്ധമാണ്. പിന്നെ വരുന്നത് ടെൻഡൻസി കോൺട്രാക്ട്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ആ ടെൻഡൻസി കോൺട്രാക്ട് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. ടെൻഡൻസി കോൺട്രാക്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു സാലറി സർട്ടിഫിക്കറ്റ് ആണ്. സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് നോർമൽ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കമ്പനിയിൽ എല്ലാവരുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം തോന്നുന്നില്ല, ബട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയൊക്കെയാണ് പേഴ്സണൽ വരുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടർക്കി വിസ ഗേറ്റ്വേ ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടർക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ടുള്ളത് അങ്ങനെ ഒരു സാധനം കിട്ടും. അത് എന്തായാലും ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലയെന്ന് വിചാരിക്കുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇനി അടുത്തത് സ്പോസ്. നമ്മളെ വൈഫ് നമ്മളെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അതെന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്പോർട്ട്. അവരെ പാസ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓൾഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും, ന്യൂ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും. പിന്നെ പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, വിസ കോപ്പി എല്ലാം കളറിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഫോട്ടോ. നേരത്തെ പറഞ്ഞവർ ടർക്കി വിസ വേണ്ടി ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x6 ആണ് സൈസ് വരുന്നത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ NOC ഫ്രം ഹസ്ബൻഡ്. ആ NOC ഫ്രം ഹസ്ബൻഡ് എന്ന് പറഞ്ഞ സാധനവും നമ്മൾ ഈ ടർക്കി വിസക്ക് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഉള്ളിലുണ്ട്, ഫോർമാറ്റ് എന്താണെന്നുള്ളത്.
അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക, അത് ഫില്ലപ്പ് ചെയ്യുക, നമ്മൾ സൈൻ ചെയ്യുക, ആ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ സ്പോസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിന് വെബ് സ്റ്റാമ്പ് വേണമെന്നില്ല. അത് നമ്മൾ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ഓൺലൈനിൽ കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അത് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ അവരുടെ നോർമലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം, ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻ, നമുക്ക് എന്തൊക്കെയാണോ സബ്മിറ്റ് ചെയ്ത് ആ സെയിം റിപ്പീറ്റ് ചെയ്യുക, അതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. സ്പോർട്സിന് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ അടുത്ത വിസ മോൻ്റെയാണ്. മോന് ഞാൻ വിസ എടുക്കുമ്പോൾ 1 ആണ് ഏജ്, ഇൻഫൻ്റ് ആണ്, പക്ഷെ വിസ വേണം. സെയിം എമൗണ്ട് ആണ് ഇൻഫൻസിനും. അതാണ് ടർക്കി വിസൻ്റെ മെയിൻ പ്രത്യേകത. ക്യാഷ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. അണ്ടർ 18 ഏജ് വരെയുള്ള എല്ലാവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആദ്യം നോർമലി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ പാസ്പോർട്ട് കോപ്പി, ID ആൻഡ് വിസ കോപ്പി. പിന്നെ വരുന്ന അടുത്ത കാര്യം NOC ഫ്രം ബോത്ത് പാരൻസ് ആണ്. ഈ സാധനം നമ്മൾ ഗേറ്റ്വേ ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുണ്ട് ആ ഫോർമാറ്റ്, അത് ഡൗൺലോഡ് ചെയ്യുക. ആ ഫോർമാറ്റിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ സൈൻ ചെയ്യുക. 2 ആളും സൈൻ ചെയ്യണം, ഫാദറും മദറും സൈൻ ചെയ്യണം. പിന്നെ നോർമലി നമ്മൾ എന്തൊക്കെയാണോ ഇതിന് മുന്നേ സബ്മിറ്റ് ചെയ്ത്, ഹോട്ടൽ റിസർവേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫോട്ടോ 5/6, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് എക്സ്ട്രാ ഒരു കാര്യത്തിന് വേണ്ടി വെക്കുന്നതാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് നോർമലി ടേംസ് ആൻഡ് കണ്ടീഷൻ മാൻഡറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും. അപ്പം ഡോക്യുമെൻറ്റ്സ് മാൻഡറ്ററി ആയിട്ട് വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടർക്കി വിസേൻ്റെ വെബ്സൈറ്റിലുണ്ട്, gatewayinternational.ai. അത് പ്രത്യേകം പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് മുഴുവൻ വായിച്ചു നോക്കുക. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂ അപ്ഡേറ്റ്സ് വരികയാണെങ്കിലും അതിലാണ് വരിക. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് സെപ്റ്റംബറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സെപ്റ്റംബറിലേക്ക് പോകാൻ വേണ്ടി ഞാൻ എടുത്തത് ജൂലൈയിലാണ്. ജൂലൈയിലെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. മേ ബി അത് നെക്സ്റ്റ് മന്ത് അവർ ചേഞ്ച് ചെയ്തേക്കാം, പല വ്യത്യാസങ്ങളും വന്നേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ പിന്നെയും നോക്കേണ്ടി വരും. അവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ 60 ഡേയ്സ് മുന്നേ മാത്രമേ $60 ഡേയ്സിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. 60 ഡേയ്സ് മിനിമം വേണം. ഇപ്പോൾ 70 ഡേയ്സ് മുന്നേ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല, റിജക്റ്റ് ആവും. അപ്പോൾ ബാക്കി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ ഗേറ്റ്വേ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻ ഉണ്ട്, ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് ടൈം. നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്യുക. ആർക്കൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് അവരെല്ലാവരും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ടൈമും എവിടെയാണ്. അബുദാബി ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ മാളിൻ്റെ ഉള്ളിലാണ്, VFS ഗ്ലോബൽ, അതിൻ്റെ ഉള്ളിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇതുവരെ ഉള്ളതാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ടർക്കി വിസക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം മൊത്തം നമ്മൾ എക്സ്പെൻസ് വരുന്നത്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അറൗണ്ട് 90 ദിറംസ് വന്നു. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അറൗണ്ട് 1500 ദിറംസ് വന്നു. ഹോട്ടൽ അറൗണ്ട് 950 ദിറംസ് വന്നു 5 ഡേയ്സിന്. പിന്നെ ഫോട്ടോ എടുക്കാൻ 3 ആൾക്ക് അറൗണ്ട് 60 ദിറംസ് വന്നു. പിന്നെ വിസ അപ്പോയിൻമെൻറ്റിന് നമ്മൾ ഫസ്റ്റ് പേ ചെയ്യേണ്ടത് 810 ദിറംസ് ആണ്. 3 ആൾക്ക് വന്നതാണ്. അതായത് 3 ആൾക്ക് വന്നതാണ്. പെർ ഹെഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തതിനൊക്കെ കിട്ടും. പിന്നെ വരുന്നത് നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ഈ 810 ദിറംസ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അവിടെ വിസക്ക് അപ്ലൈ ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കാർഡ് വഴിയോ അല്ലെങ്കിൽ ക്യാഷ് വഴിയോ കൊടുക്കാവുന്നതാണ്. അത് അറൗണ്ട് എനിക്ക് വന്നത് 1470 ദിറംസ് ആണ്. അപ്പോൾ ഇത്രയും എമൗണ്ട് പെർ ഹെഡ് ഇപ്പോൾ തന്നെ അറൗണ്ട് 5000 ദിറംസ് നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. അതായത് ടർക്കി വിസക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ വിസ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പാസ്പോർട്ട് അറൗണ്ട് ഒരു 1 വീക്കിനുള്ളിൽ റിട്ടേൺ വന്നു വിസ അടിച്ചിട്ട്. ബട്ട് പല ആൾക്കാർക്കും വിസ റിജക്റ്റ് ആയി പോകുന്നുണ്ട്. എന്താ കാര്യം എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ഇത്രയും നമ്മൾ എക്സ്പെൻസ് അവിടെ ഈ 5000 ദിറംസ് നമ്മൾ 3 ആൾക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം വിസ റിജക്റ്റ് ആയി പോയ പലവരും ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് മാത്രം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പൈസ പോവും.
ടർക്കി വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പൈസയും പോകും. പിന്നെ വീണ്ടും ചെയ്യാനേ പറ്റുള്ളൂ. അത് പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഉള്ള എല്ലാ പൈസയും പോകാനും പറ്റില്ല. പക്ഷേ ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രാവലിംഗ്, ഫുഡ്, ഇത് മാത്രമേ ഇനി ബാക്കി ബാലൻസ് വരുള്ളൂ. അതിന് അറൗണ്ട് ഇപ്പോൾ ഞാൻ 2 ആൾക്ക് ഒരു പെർ ഹെഡ് 1000 dirhams ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 days സുഖമായി പോകാം. അപ്പോൾ ആ കാര്യത്തിൽ ടർക്കി അത്ര എക്സ്പെൻസീവ് അല്ല. വിസയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി കമ്പയർ ചെയ്ത് ഞങ്ങൾ അസർബൈജാൻ പോയിട്ടുണ്ട്, ജോർജിയ പോയിട്ടുണ്ട്. ബട്ട് അവിടെ ഞങ്ങൾക്ക് വിസക്ക് എക്സ്പെൻസ് വന്നത് അറൗണ്ട് 100 dirhams മാത്രമേ പെർ ഹെഡ് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് വിസ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ്. ആയില്ലെങ്കിൽ വിസക്ക് എക്സ്പെൻസ് അറൗണ്ട് പെർ ഹെഡ് വരിക 700 to 800 dirhams ആണ്. അപ്പം പിന്നെ ഈ 2000 dirhamsന്റെ അറൗണ്ട് ഞാൻ ഇവിടുന്ന് ക്യാഷ് മാറ്റിയിട്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അതായത് ടർക്കി ലിറയിലേക്ക് മാറ്റാനല്ല, ഇവിടുന്ന് ഡോളറിലോ യൂറോയിലോ നമ്മൾ UAE ദിർഹംസ് മാറ്റിയിട്ട് അത് അവിടെ എത്തിയതിനു ശേഷം ലിറയിലേക്ക് മാറ്റാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് കൂടുതൽ നല്ലതെന്നാണ് ഞാൻ മൊത്തം ഗൂഗിൾ സെർച്ച് ഒക്കെ കാര്യം ചെയ്തപ്പോൾ കിട്ടിയൊരു വിവരം. എക്സ്പെൻസിനുള്ള ക്യാഷ് നിങ്ങൾ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യും, ഡെബിറ്റ് കാർഡ് വർക്ക് ചെയ്യും. എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ഇപ്പോൾ വില്ലേജസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എൻ്റെ കയ്യിൽ വേണ്ടി വരും. കാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ ബാങ്കിനനുസരിച്ചാണ്. കാർഡിന് എനിക്ക് തോന്നുന്നത് എൻ്റെ ADCB ആണ്, അതിന് 2% ആണ് ഒരു ട്രാൻസാക്ഷന് പോവുക. അപ്പോൾ മാക്സിമം നിങ്ങൾ കയ്യിൽ ക്യാഷ് കരുതുക. USD യൂറോയിൽ നമ്മൾ ദിർഹംസ് ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ പോയതിനു ശേഷം ടർക്കി ലിറയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള ഞാൻ പോകുന്നതിന് മുന്നേ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇനി അവിടെ എത്തിയതിന് ശേഷം എന്തൊക്കെ എക്സ്പെൻസ് വരുമോ, അതോ എയർപോർട്ടിൽ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വരുമോ, ടാക്സി, അതൊക്കെ നമ്മൾ ബാക്കി വ്ളോഗുകൾ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വ്ളോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വീഡിയോസിൽ കൂടുതൽ ഇൻഫോർമേഷൻ പറയുന്നതാണ്. അപ്പോൾ മൊത്തം എക്സ്പെൻസ് എനിക്ക് തോന്നുന്നത് ഒരു ഫാമിലി ലൈക്ക് ഒരു കപ്പിൾസ് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാൽക്കുലേഷനിൽ ഇപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള കാൽക്കുലേഷനാണ്. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടാണല്ലോ പോവുക. ആ ബഡ്ജറ്റ് അനുസരിച്ച് അറൗണ്ട് ഒരു 7500 to 8000 കുട്ടിക്ക് അടക്കമാണ്. ഞങ്ങൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കൂടി കൂട്ടിയിട്ട് അറൗണ്ട് 8000 dirhams ചിലവാവുള്ളൂ. അല്ലെങ്കിൽ 7500 to 8000 ഇതാണ് മാക്സിമം ചിലവാവുക എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റും കാൽക്കുലേഷനും. പെർ ഹെഡ് 2500 അത്ര വരും. ടർക്കി കുറച്ച് എക്സ്പെൻസീവ് ഈ വിസക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അസർബൈജാനോ ജോർജിയോ പോവുകയാണെങ്കിൽ ഒരു 4000 to 5000 dirhamsന് ഇത് മൊത്തം കവർ ചെയ്യും. പക്ഷേ ടർക്കി വിസ എക്സ്പെൻസ് വരുന്നത് കൊണ്ട് തന്നെ മാത്രം അറൗണ്ട് 2500 അടുത്ത് വിസക്ക് മാത്രം 3 ആകെ ചിലവായി. അങ്ങനെയാണ് ഈ 7500 to 8000 dirhams മൊത്തം എക്സ്പെൻസ് വരിക. ബട്ട് ടർക്കി ടോട്ടലി പറയുകയാണെങ്കിൽ ബാക്കി എക്സ്പെൻസ് ഒക്കെ വളരെ കുറവാണ്. എന്തുകൊണ്ട് ഈ വിസക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് ടർക്കിക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കൂടുതൽ ടർക്കിയെ പറ്റിയിട്ടുള്ളത് ബാക്കി വ്ളോഗുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ബാക്കി വ്ളോഗുകൾ കാണാം. ടർക്കിയിൽ എങ്ങനെ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാം, എവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ കാണിക്കുന്നതാണ്. പിന്നെ പിഗേഴ്സ് എയർലൈൻസ്, അത് ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ബാക്കി ഫ്ലൈറ്റ് മാതിരിയാണോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗിൽ പറയുന്നതായിരിക്കും. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് September 10 to September 14 ആണ് റിട്ടേൺ. അപ്പോൾ ആ സമയത്തെ ക്ലൈമറ്റും ആ സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ടാവും, അങ്ങനെ മൊത്തം ഇസ്താംബുളിൽ മാത്രമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. കപ്പഡോക്കിയയിൽ പോകണില്ല, അതിനുള്ള ടൈമില്ല. പിന്നെ കപ്പഡോക്കിയയിൽ പോകണമെങ്കിൽ ഒന്നും കൂടി എക്സ്പെൻസ് കൂടും. യൂഷ്വലി എല്ലാവരും കപ്പഡോക്കിയ പോകാറുണ്ട് ആ ഒരു തണുപ്പും ക്ലൈമറ്റും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല. മീൻസ് ഞങ്ങൾ ഇതിന് മുന്നേ ജോർജിയ, അസർബൈജാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോർജിയ പോയത് ഞങ്ങൾ സ്നോഫോൾ ഉണ്ടായ ടൈമിലാണ്. ആ സമയത്ത് ജോർജിയയിൽ ആ ഏരിയയിലൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇസ്താംബുളിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇസ്താംബുളിൽ മാത്രം ട്രാവൽ ചെയ്യുന്നത്. ഇസ്താംബുൾ സിറ്റിക്കുള്ളിൽ മാത്രമാണ് 5 days ട്രാവൽ ചെയ്യാൻ. കുട്ടീനെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ 5 days മിനിമം ഇസ്താംബുളിൻ്റെ ഉള്ളിൽ വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയിരുന്നത് മൊത്തം ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. അതായത് രാവിലെ വണ്ടി വന്ന് പിക്ക് ചെയ്യും, അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം വേറെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഫുൾ മെട്രോ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ടാക്സി അങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തത്. ഫ്ലൈറ്റ് ബുക്കിംഗ് ആയാലും ഹോട്ടൽ ബുക്കിംഗ് ആയാലും ആപ്പ് വഴിയും, പിന്നെ വിസ ഡയറക്റ്റ് പോയും
എല്ലാം ഡയറക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇസ്താംബുളിൽ എത്തിയാലുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. സിമ്പിളാണ്, മൊത്തം പബ്ലിക് ട്രാൻസ്പോർട്ട് അവിടെ ഓക്കെ ആണെന്നാണ് ഞാൻ മൊത്തത്തിൽ അന്വേഷിച്ച് പറഞ്ഞത്. വേറെ പല ബ്ലോഗുകളും പിന്നെ ഇൻഫോർമേറ്റീവായ ഗൂഗിൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴും ഇസ്താംബുളിൽ ട്രാവലിംഗ് ഒരു പ്രശ്നമല്ല. സിറ്റിക്കുള്ളിൽ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യാൻ ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വ്ളോഗ് കാണുക. ഇസ്താംബുളിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മാൻഡറ്ററി ഡോക്യുമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ബാക്കി എല്ലാ ഇൻഫോർമേഷനും വേണ്ടിയിട്ടും ഇസ്താംബുളിൽ എങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാം, ബഡ്ജറ്റായി ട്രാവൽ ചെയ്യുക എന്നുള്ളതിന് ബാക്കി നിങ്ങൾ വ്ളോഗുകൾ കാണുക. ജോർജിയ, അസർബൈജാനിൽ എങ്ങനെ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുക എന്നുള്ള വ്ളോഗ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗുകളും കൂടി കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.